ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബ്രെഡും അതുപോലെ തന്നെ കുറച്ച് പാലും ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ ഏകദേശം 10 ബ്രെഡ് പീസസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഏകദേശം 1 ലിറ്റർ പാലും കുറച്ച് പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ബ്രെഡ് സ്വീറ്റ് റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ബ്രെഡ് പീസിൻ്റെ പുറത്തുള്ള ആ ബ്ലാക്ക് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കത്തി വെച്ചിട്ട് 4 സൈഡും ആ ബ്ലാക്ക് പോർഷൻ ബ്രൗൺ പോർഷൻ റിമൂവ് ചെയ്യണം. നമുക്കതിൻ്റെ ഉള്ള ഇന്നർ പോർഷൻ മാത്രമാണ് ആവശ്യം. ഇനി ആ ഇന്നർ പോർഷനെ നമുക്ക് 4 കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ 4 മുറിച്ചെടുക്കാം. ഇതാ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ എല്ലാ ബ്രെഡ് പീസും ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലെ കുറച്ച് ഓയിൽ ഒഴിക്കുക, അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ച് അത് ജസ്റ്റ് ഇങ്ങനെ അലിയുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. ഇനി ഈ എണ്ണയിലേക്ക് നമ്മുടെ ബ്രെഡ് കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ബ്രെഡ് പീസും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ ബ്രൗൺ കളറായി ഫ്രൈ ചെയ്ത് മാറ്റി ഒരു പാത്രത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് 1 ലിറ്റർ പാലെടുത്ത് നന്നായി തിളപ്പിക്കാൻ വെക്കാം. ഈ പാൽ തിളക്കുന്ന സമയത്ത് കസ്റ്റാർഡ് വാട്ടർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു കപ്പിൽ ഏകദേശം 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ലൂസ് പരുവത്തിൽ നമുക്ക് ഇളക്കി മിക്സാക്കി വെക്കാം. നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ കസ്റ്റാർഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലും കസ്റ്റാർഡ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കസ്റ്റാർഡ് വാട്ടർ കുറച്ച് തിക്നെസ് ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 5 or 6 ഏലക്കായുടെ കുരു അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാനില എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർക്കാം. ഇനി ഈ കസ്റ്റാർഡ് മിൽക്കിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, അത് ഓരോന്നായി ചേർത്ത് കൊടുക്കാം.
ബ്രെഡ് പീസും ഈ കസ്റ്റാർഡ് മിൽക്കിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന് ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും മുറിച്ച് കഷ്ണങ്ങളാക്കിയത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഈ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഈ സ്വീറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. കുട്ടികൾക്കും വലിയവർക്കും നന്നായിട്ട് ഈ സ്വീറ്റ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഹർദേവ്സ് കിച്ചൺ എന്നാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.